പ്രശസ്തമാണ് ബാലരാമപുരം കൈത്തറി. നൂറുകണക്കിന് ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ഇവിടെയുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തോളം പേരുടെ ജീവിതമാർഗം. പക്ഷേ പഴയ പെരുമ ബാലരാമപുരം കൈത്തറിക്ക് ഇന്നില്ല. വൻകിട പവർലൂം തുണിമില്ലുകളുടെ കടന്നുവരവോടെ പ്രതിസന്ധിയിലായ ഈ പരമ്പരാഗത വ്യവസായത്തെ സംരക്ഷിക്കാൻ നമ്മുടെ അധികൃതർ ഒന്നും ചെയ്യുന്നില്ല. ഈ ശബ്ദം നിലക്കാൻ ഇനി എത്ര നാളുകൾ? ഒരു കാലത്ത് ലോകത്തിന്റെ വിസ്മയമായിരുന്ന, മലയാളിയുടെ അഭിമാനമായിരുന്ന ഒരു വ്യവസായം. ശുദ്ധമായ കോട്ടൺ നൂലിൽ കരവിരുതിന്റെ മാത്രം ബലത്തിൽ ഒരുപാട് പേരുടെ തൊഴിലും സംസ്കാരവുമെല്ലാം ഉൾച്ചേർന്ന കൈത്തറി ഇനിയൊരു തലമുറക്ക് കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ വംശനാശത്തിലേക്ക് പോവുകയാണ്. ആ കൈത്തറിയും അതിനെ ഉപജീവിച്ച് കഴിയുന്ന സമൂഹവും. ഇത് സുഹ്റ ബീവി. സുഹ്റ ബീവി ഈ നൂൽ നെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ബാലരാമപുരത്തെ ഒരു കൈത്തറി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരി. സുഹ്റ ബീവിയുടെ ജീവിതകഥ കേരളത്തിലെ കൈത്തറിയുടെ അവസ്ഥയുടെ ഒരു നേർചിത്രമാണ്. വന്നിട്ട് 10-22 വർഷമായി. നമുക്ക് പണ്ട് നമ്മളെ വീട്ടിലൊക്കെ തൊഴിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാപ്പായും അണ്ണനും ഒക്കെ മരിച്ചു പോയപ്പോൾ പിന്നെ അത് വെച്ച് നടത്താൻ ആളില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് ചേർന്നു. 1 വർഷമായി ശമ്പളം കിട്ടിയിട്ട്, എങ്കിലും മടുപ്പില്ലാതെ എന്നും വരും ജോലിക്ക്. എപ്പോഴെങ്കിലും പണിക്കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ. വല്ലപ്പോഴൊക്കെ ശമ്പളം ഇവർ തരും. ഇതിപ്പോൾ ഏകദേശം 1 വർഷമാവാൻ പോകുന്നു. വീടില്ല, സ്ഥലമില്ല. ഞാനും ഒരു റൂം വാടക എടുത്ത് കിടക്കുന്നു. 1000 രൂപ വാടക കൊടുക്കാണ്ട് വാടക കൊടുക്കാമെന്ന് വർത്തിയില്ല. ഒരാളുടെ ഇത്തിരി പലിശയ്ക്ക് പൈസ എടുത്താണ് പോയ മാസം കൊടുത്തത്. കൈത്തറി തകിടുകൾ ഉപയോഗിച്ച് നെയ്ത്ത് നടത്തുന്നവരെ മാത്രമാണ് നാം നെയ്ത്തുകാരെന്നും കൈത്തറി തൊഴിലാളികളെന്നും വിളിക്കാറ്. എന്നാൽ ഒരു കൈത്തറി ഉൽപ്പന്നം പിറവികൊള്ളും മുമ്പ് 10ഓളം അനുബന്ധ തൊഴിലുകൾ നടക്കുന്നു. കഴിനൂൽ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ശുദ്ധമായ കോട്ടൺ നൂലിലാണ് കൈത്തറി വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക. കഴിനൂലിനെ സാധാരണ നൂലായി പരിവർത്തിപ്പിക്കുന്ന ജോലിയാണ് കൈത്തറിയിൽ ആദ്യം. താരിചുറ്റൽ എന്നാണ് ഇതിനെ വിളിക്കാറ്. ബാലരാമപുരത്ത് വീടുകൾ കേന്ദ്രീകരിച്ചാണ് താരിചുറ്റൽ നടക്കാറ്. മിക്കവാറും സ്ത്രീകൾ സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു തൊഴിൽ. ചിലർ കുടുംബമായി തന്നെ പരമ്പരാഗതമായി ഈ തൊഴിൽ ചെയ്യുന്നു. തമിഴ്നാട്ടിൽ നിന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിപ്പാർത്ത ശാലിയ ജാതിയിൽപ്പെട്ടവരുടെ പിന്മുറക്കാരാണ് ഇന്നും ഇത്തരം ജോലികൾ ചെയ്യുന്നത്. സുബ്രഹ്മണ്യനും കുടുംബവും കഴിഞ്ഞ 22 വർഷമായി ഈ തൊഴിലെടുത്താണ് ജീവിക്കുന്നത്. ദിവസം നമുക്കൊരു 100 രൂപ വരുമാനം കിട്ടും. അത് മലയാളി വീട്ടിൽ വാങ്ങിച്ച് ഇവിടെ കൊണ്ട് നനച്ച് ചുറ്റി കൊടുക്കും. അത്രയല്ല. ഇതിൻ്റെ കംപ്ലീറ്റ് ഒന്നും ചെയ്യാത്ത ലെവലിൽ മിൽപ്പാ കൊണ്ട് ഇറക്കി കൊടുക്കും. അതുകൊണ്ട് പണി കംപ്ലീറ്റ് കുറച്ച് തരുന്ന വെച്ച്. നേരത്തെ എല്ലാ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ വീട്ടിലേ ഉള്ളൂ. ഒരു കഴിനൂൽ താരി ചുറ്റിയാൽ ഇവർക്ക് ലഭിക്കുക 6 രൂപയാണ്. ഓട്ടോമാറ്റിക് യന്ത്രങ്ങളും കയ്യുപകരണങ്ങളുമുണ്ട് താരി ചുറ്റലിന്. താരി ചുറ്റിയ നൂലിൽ പശ പിടിപ്പിക്കുന്നതിന് കെട്ടാക്കി മാറ്റലാണ് അടുത്ത ജോലി. വാവോട്ടം എന്നാണ് നെയ്ത്തുകാർ ഈ ജോലിയെക്കുറിച്ച് പറയുക. അതിന് യന്ത്രങ്ങളില്ല, കയ്യുപകരണങ്ങളാണ് ആശ്രയം. സുബ്രഹ്മണ്യവും കുടുംബവും വർഷങ്ങളായി ഈ ജോലിയും ചെയ്യുന്നുണ്ട്. ഓരോ മടക്കാക്കിയാണ് വാവോട്ടം നടത്തുക. ഒരു മടക്കിന് 13 രൂപയാണ് കൂലി. ഒരു ദിവസം ഒരു 8 കെട്ട് 10 കെട്ട് ആവും. ആ മെഷീനിൽ നമ്മൾ നിന്നാൽ അങ്ങനെ കിട്ടും. അതില്ലേ നമ്മൾ വീട്ടിൽ പണിയൊക്കെ ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഒരു 5 കെട്ട് 6 കെട്ടേ ആവുള്ളൂ. ചിലപ്പോൾ 2 കെട്ടാവും. ചിലപ്പോൾ നമ്മൾ പണി ചെയ്യില്ലെന്ന് വരാം. അങ്ങനെയൊക്കെ. ബാലരാമപുരത്ത് ശാലിയ ഗോത്രങ്ങൾ താമസിക്കുന്ന നിരവധി തെരുവുകളുണ്ട്. ഈ തെരുവുകളിലെ ഓരോ വീടുകളിലും ഒരു കാലത്ത് താരിചുറ്റലും വാവോട്ടവും ഉണ്ടായിരുന്നു. ഇന്നത് വിരലിൽ എണ്ണാവുന്ന വീടുകളായി ചുരുങ്ങി. വാവോട്ടത്തിന് ശേഷമാണ് നെയ്ത്ത് ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള നിർണായക ജോലി നൂൽ പശപിടിപ്പിക്കൽ. വാവു പശപിടിപ്പിക്കൽ എന്ന് നെയ്ത്തുകാർ പറയും. സൂര്യപ്രകാശം കടക്കാത്ത പ്രദേശങ്ങളിലാണ് വാവു പശപിടിപ്പിക്കുന്ന പാക്കളങ്ങൾ നിർമ്മിക്കേണ്ടത്. എണ്ണയും അരിയും കപ്പയും തേങ്ങ എണ്ണയിൽ ചേർത്താണ് പശയുണ്ടാക്കുന്നത്. ഈ പശ പിടിപ്പിക്കൽ ബാലരാമപുരം കൈത്തറിയുടെ മാത്രം സവിശേഷതയാണ്. വാവു പശ പിടിപ്പിക്കുന്ന പാക്കളങ്ങൾക്ക് സ്ഥിരം സംവിധാനമില്ല. തണൽ മരങ്ങൾ കൂടുതലുള്ള ഭൂമി പാട്ടത്തിനെടുത്താണ് ഈ പാക്കളങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു മഴ പെയ്താൽ അതുവരെ ചെയ്ത പണികൾ മുഴുവൻ അവതാളത്തിലാകും. ഇതിനോടൊപ്പം ഇവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അനവധിയാണ്. രാവിലെ 4 മണിയാവും. 4 മണിയായിട്ട് വന്ന് പോകണം. ചിലപ്പം വൈകുന്നേരം 4 മണിയാവും, ചിലപ്പോൾ 6 മണിയാവും. ഇതിൻ്റെ ഇടയ്ക്ക് മഴ തെറ്റിയാൽ നമുക്ക് ഈ ശമ്പളം ഒന്നും കിട്ടില്ല, പൈസ ഒന്നും കിട്ടില്ല. മരണകാലം വരെ കൈയും കാലും ഒടിയുന്നവരെ ജോലി ചെയ്യാം. ഇത് മാത്രമേ ഉള്ളൂ. ഇത് വേറെ ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ ആരും തന്നിട്ടുമില്ല.
ഇതുവരെ കൈത്തറി എന്ന് പറഞ്ഞ് ഇതുവരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങളെ തൊഴിലാർക്കും ആർക്കും അറിഞ്ഞുകൂടാ. ഇതിങ്ങനൊരു പണിയുണ്ടെന്ന് ഗവൺമെൻറ്റിന് അറിഞ്ഞുകൂടാ, നാട്ടുകാർക്കും അറിഞ്ഞുകൂടാ. ഇത് 55 പാക്കളം വരെ ഉണ്ടായിരുന്നു ഇതുപോലത്. ഇപ്പം 13 ഉള്ളൂ. ഇവിടെ 11 വേറെ 2 പാക്കളം വേറെ ഉണ്ട്. ബാക്കി ആൾക്കാരെല്ലാം ഞങ്ങൾ മക്കളാരും ഈ തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. കൈത്തറി വികസനത്തിനായുള്ള സർക്കാർ ഗ്രാന്റുകൾ 2 വഴികളിലൂടെയാണ് ചെലവാക്കപ്പെടുന്നത്. അതിലൊന്ന് കൈത്തറി ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ഹാൻഡെക്സിന്റെ കീഴിലാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ 60-ലധികം കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹാൻഡെക്സിന് ആവശ്യമായ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകലാണ് ഈ സൊസൈറ്റിയുടെ ഉത്തരവാദിത്വം. ഈ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും ഇന്ന് അടച്ചുപൂട്ടിയിരിക്കുന്നു. ബാക്കിയുള്ളത് അടച്ചുപൂട്ടലിന്റെ വക്കിലും. ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണിത്. 1965 മുതൽ പ്രവർത്തിക്കുന്ന കൈത്തറിയുടെ ഒരു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണിത്. ഇവിടെ 300-ലധികം തറികൾ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നത് 3 ചുരുങ്ങിയിരിക്കുന്നു. 89 ഇവിടെ നെയ്യാൻ വന്ന് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഞങ്ങൾ കൂലിയില്ല, സമയത്തിനുള്ള ജോലി ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ. ഇപ്പോഴത്തെ ജോലിക്ക് കൂടെ ആൾക്കാരൊന്നുമില്ല. എല്ലാം തൊഴിലുറപ്പിന് പോവുകയാണ്. ഇൻകം സപ്പോർട്ടിന് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പൈസ കിട്ടി, അതിനുശേഷം അതുമില്ല. ഈ സ്ഥാപനങ്ങളിൽ നിന്നും കൈത്തറി തുണികൾ വാങ്ങുന്നതിന് പകരം ഹാൻഡെക്സ് ചെറിയ വിലക്ക് വ്യാജ കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങാൻ തുടങ്ങിയതോടെയാണ് സൊസൈറ്റികളുടെ തകർച്ച തുടങ്ങിയത്. എന്നിട്ടും കൈത്തറി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന്റെ പേരിലുള്ള സർക്കാർ ഗ്രാന്റുകൾ തട്ടിയെടുക്കുകയും ഇവർ ചെയ്യുന്നു. ഹാൻഡെക്സിൻ്റെ 200 പേരം ഷോറൂമുകൾ, ഹാൻഡ്ബീവിൻ്റെ 200 പേരം ഷോറൂമുകളിൽ വിൽക്കപ്പെടുന്നതിൻ്റെ 90% പൗർണവുമില്ല പോളിസ്റ്റർ സിന്തറ്റിക് തുണികളാണ്. ഇത് നിയമലംഘനം സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ തന്നെ നടത്തേണ്ടത്. ഹാൻഡെക്സും ഹാൻഡ്ബീവും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ യാതൊരുവിധ നിയന്ത്രണവും സർക്കാർ വരുത്തുന്നില്ല. ബാലരാമപുരത്തടക്കം കേരളത്തിലെ കൈത്തറി വ്യവസായങ്ങൾ കുടിൽ വ്യവസായങ്ങളായാണ് നിലനിന്നിരുന്നത്. പലർക്കും പരമ്പരാഗതമായി തലമുറകൾ കൈമാറി വന്നതാണ് ഈ തൊഴിൽ. ഇവരുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് സർക്കാർ പൊതുമേഖലാ വിൽപ്പന കേന്ദ്രമായ ഹാൻഡ്വീവിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രൈമറി സൊസൈറ്റികളുടെ ദൗത്യം. സ്വകാര്യമായി നെയ്ത്ത് തൊഴിൽ ചെയ്യുന്നവരെ ചേർത്താണ് ഈ സൊസൈറ്റി രൂപീകരിക്കേണ്ടത്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ 480-ൽ പരമുണ്ട്. അത് 100% ബോഗസാണ്. 10-15 കുടുംബങ്ങളുടെ കയ്യിൽ സ്വകാര്യ സ്വത്തായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് തുണി വ്യവസായ രംഗമായിട്ട് കൈത്തറിയുടെ ഉൽപ്പാദന പ്രക്രിയയായിട്ട് യാതൊരു ബന്ധവുമില്ല. ബാക്കിയെല്ലാം ബില്ലെടുത്തും മറ്റ് സബ്സിഡികൾ വെട്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. ഫലത്തിൽ സ്വകാര്യ കൈത്തറി വ്യവസായികൾക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന സഹായങ്ങൾ ഈ സൊസൈറ്റിയിലെ കൈകർത്താക്കളിൽ എത്തുകയും നെയ്ത്തുകാരിലും അനുബന്ധ തൊഴിലെടുക്കുന്നവരിലും ആനുകൂല്യങ്ങൾ എത്താതാവുകയും ചെയ്യുന്നു. കൈത്തറി സംരക്ഷണത്തിനെന്ന പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒഴുക്കുന്നത് കോടികൾ. കോർപ്പറേറ്റീവ് സൊസൈറ്റികളിലൂടെ വിനിയോഗിക്കപ്പെടുന്ന ഈ പണമൊന്നും സാധാരണ നെയ്ത്ത് തൊഴിലാളികളിലേക്ക് എത്തുന്നില്ല. റിബേറ്റും സബ്സിഡിയും അടിച്ചുമാറ്റാനുള്ള സൂത്രവിദ്യ മാത്രമായി മാറിയിരിക്കുന്നു കോർപ്പറേറ്റീവ് സൊസൈറ്റികളും ഒപ്പം ഹാൻഡെക്സ് ഹാൻഡ്വീവ് പോലെയുള്ള പൊതുവിൽപ്പന കേന്ദ്രങ്ങളും.